പള്ളിയാണ്. ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ്, നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ, അല്ലെ ദൈവികമായ ഒരു അനുഗ്രഹമില്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. ഞാൻ ദൈവവിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. അങ്ങനെ ഇല്ലെങ്കിൽ അതിൻ്റെ കോൺട്രവേഴ്സിയിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഈശ്വരവിശ്വാസമുള്ള എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ പ്രയാസങ്ങളിലും ഓരോ വിഷമങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും നമ്മളെ സഹായിക്കും. തീർച്ചയായും ദൈവികമായ ഒരു അനുഗ്രഹം ഉണ്ടാവണം. നമ്മുടെ ദിവസേനയുള്ള നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ദൈവത്തിനെ കൂടെ കണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്നും ഒരു സന്തോഷവും സമാധാനവും കിട്ടും. അത് ഏത് വിശ്വാസമായാലും ഏത് മതമായാലും എന്തായാലും പ്രാർത്ഥിക്കുക എന്നേ ഉള്ളൂ. ദൈവം എല്ലാം ഒന്നാണ്, ദൈവിക ചിന്തകൾ ഒന്നാണ്. അതുകൊണ്ട് എല്ലാ മതവിശ്വാസത്തിൽ ഉള്ളവർക്കും വേണ്ടി ഞാൻ പറയുന്നതാണ്, നിങ്ങളുടെ എല്ലാ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രകൾ, മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പം ദൈവിക സാന്നിധ്യമുണ്ട്. അത് തിരിച്ചറിയുക, അതിലേക്ക് മുന്നോട്ട് പോവുക, ദൈവിക കൃപയുമായി മുന്നോട്ട് പോവുക. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഇന്ന് വരെ നമുക്ക് ചെയ്ത കാര്യങ്ങൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ഓരോ ദിവസവും തുടങ്ങട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.